വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പത്തനാപുരമാണ്. കൊല്ലം ജില്ലയുടെ മലയോരത്തിലേക്കുള്ള ഒരു കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് പത്തനാപുരം. വലിയ ചരിത്രം പറയാനുണ്ട് പത്തനാപുരത്തിന്. ഏതെങ്കിലും ഒരു മുന്നണിക്ക് കൃത്യമായ രാഷ്ട്രീയ സ്വഭാവം അവർക്ക് അനുകൂലമായി പ്രകടിപ്പിക്കുന്ന മണ്ഡലമൊന്നുമല്ല. ഇടതുപക്ഷത്തെ UDF-നെയൊക്കെ മാറി മാറി പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ്. പല പ്രത്യേകതകളുള്ള മണ്ഡലമാണ്. ഒപ്പം സവിശേഷമായ രാഷ്ട്രീയം പങ്കുവയ്ക്കുന്ന മണ്ഡലമാണ് എന്ന പ്രത്യേകതയും പത്തനാപുരമുണ്ട്. അറിയാം ഇത്തവണത്തെ സാഹചര്യം. പ്രധാന പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലാണ്. ഇടതുമുന്നണിയിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറാണ് സ്ഥാനാർത്ഥി. ഒപ്പം ജ്യോതികുമാർ ചാമക്കാല UDF-ൽ നിന്നുമുണ്ട്. അരുണ്, ഈ മണ്ഡലത്തിന് ആർക്കെങ്കിലും അനുകൂലമായ ഒരു പ്രത്യേക ചായ്വ് പറയാൻ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണോ? സോഷ്യലിസ്റ്റ് പാർട്ടി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലം. പക്ഷേ 2001 മുതൽ 2021 വരെ ഏതാണ്ട് 5 തെരഞ്ഞെടുപ്പുകളിൽ KB ഗണേഷ് കുമാർ എന്ന ഒറ്റ നേതാവിൽ ഒതുങ്ങി പത്തനാപുരം. അതുതന്നെയാണ് ഇപ്പോഴും ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. 2011 വരെ ഗണേഷ് കുമാർ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 16-ലും 21-ലും ഇടതുമുന്നണിക്കും CPM-നൊപ്പം ചേർന്ന് വിജയിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മന്ത്രിയായ KB ഗണേഷ് കുമാർ. ആ KB ഗണേഷ് കുമാറാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അതുതന്നെയാണ് പത്തനാപുരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 25 വർഷമായി ഇവിടെയുള്ള നേതാവ്. പക്ഷേ അതിനെ എതിരിടാൻ വരുന്ന കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയും കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ചയാളാണ്. മാത്രമല്ല കഴിഞ്ഞ 5-6 വർഷമായി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. അതാണ് പത്തനാപുരത്തെ ഒരു പോരാട്ടത്തെ ഇത്തവണ സവിശേഷമാക്കി തീർക്കാൻ പോകുന്നത്. അവിടെയാണ് ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്ന സൂചനകൾ ഈ ഘട്ടത്തിലുള്ളത്. അതെ, പത്തനാപുരത്തിന്റെ രാഷ്ട്രീയം ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പിന്നിലുള്ളത് പത്തനാപുരത്തെ സാധാരണ വോട്ടർമാരും പാർട്ടി പ്രവർത്തകരും സജീവമായി നിൽക്കുന്നവരുമാണ്. ഈ അവസാന ഘട്ടത്തിൽ പത്തനാപുരം പറയുന്ന രാഷ്ട്രീയം എന്താ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. നമുക്ക് വിശദമായി പത്തനാപുരത്തെ വോട്ടർമാരുടെ അഭിപ്രായത്തിലേക്ക് തന്നെ പോവാം. പത്തനാപുരം പൊതുവിൽ ഗണേഷ് കുമാറിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളായി വിജയിച്ചു വരുന്ന ഇടമാണ്. പക്ഷേ ഇത്തവണ കടുത്ത വെല്ലുവിളി ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഒരു കടുത്ത വെല്ലുവിളിയുമില്ല. 2001 പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ KB ഗണേഷ് കുമാർ മത്സരിക്കുമ്പോൾ അദ്ദേഹം അന്ന് കടന്നു വന്ന വഴി 5 തവണ പൂർത്തിയാക്കി 25 വർഷക്കാലം പത്തനാപുരത്തിന്റെ ഹൃദയം പേറുന്ന ജനപ്രതിനിധിയായി 6ാമത് അദ്ദേഹം മത്സരിക്കുമ്പോൾ കഴിഞ്ഞ 5 തവണ മത്സരിച്ചതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തിലും വലിയ വിശ്വാസത്തിലും ഒരുപക്ഷെ ഈ കഴിഞ്ഞ 5 തവണ മത്സരിച്ച് വിജയിച്ചതിനേക്കാൾ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ പോവുകയാണ് ഈ 6ാം തവണ. കടുത്ത വെല്ലുവിളിയോ കടുത്ത മത്സരങ്ങളോ ഒന്നും തന്നെ പത്തനാപുരം നിയോജകമണ്ഡലം സംബന്ധിച്ചില്ല. പക്ഷേ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ ഗണേഷ് കുമാർ തുടർച്ചയായിട്ട് ഇരുന്നിട്ടും കാര്യമായ മാറ്റങ്ങളൊന്നും മണ്ഡലത്തിലില്ല. ഒപ്പം അദ്ദേഹം നേരിട്ട വ്യക്തിപരമായ ചില ആരോപണങ്ങളടക്കം ഇത്തവണ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട്. അദ്ദേഹം 25 വർഷക്കാലമായി എതിരാളികൾ പോലും പറയില്ല അദ്ദേഹം ഒന്നും കൊണ്ടുവന്നില്ല. അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ് ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിഴലിച്ചു നിൽക്കുന്നത്. വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം കൊണ്ടുവരാത്ത ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഈ വേദിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടാൻ കഴിയുമോ? എല്ലാ മേഖലകളിലും ഞാൻ ഓരോന്നായി എടുത്തു പറഞ്ഞാൽ തീരില്ല. ഒരു നിയോജക മണ്ഡലത്തിൽ, ഒരു അസംബ്ലി മണ്ഡലത്തിൽ എന്തെല്ലാമാണോ ആവശ്യം, ആ ആവശ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച ജനപ്രതിനിധിയുടെ സ്ഥാനത്താണ് KB ഗണേഷ് കുമാർ. ഏകപക്ഷീയ പോരാട്ടം എന്നാണ് കേരള കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. കാരണം അത്രയധികം കാര്യങ്ങൾ ഗണേഷ് കുമാർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണോ എന്ന് കോൺഗ്രസ് പ്രധാനപ്പെട്ട എതിരാളികൾ കോൺഗ്രസ് BJPയും NDA സ്ഥാനാർത്ഥികളുമുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. അത്ര ഏകപക്ഷീയ പോരാട്ടമായി മാറുകയാണോ ഈ പത്തനാപുരം ഇത്തവണ? പത്തനാപുരത്തെ പോരാട്ടത്തെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരം മാറാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. 2021 തെരഞ്ഞെടുപ്പ് മുതൽ പത്തനാപുരത്തിന് പ്രകടമായ മാറ്റങ്ങളുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, മാധ്യമങ്ങൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണ്. 2021 തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? 2021 തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടതുപക്ഷ തരംഗമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. 99 സീറ്റുകളിൽ ഇടതുപക്ഷം കേരളത്തിൽ വിജയിച്ച തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഘട്ടം ഘട്ടമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം ഉയർത്തി വന്ന KB ഗണേഷ് കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് താഴ്ത്തി കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ 10,000 വോട്ടിന്റെ കുറവ് ശക്തമായ ഇടത് തരംഗത്തിൽ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷക്കാർ നിരീക്ഷിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മാധ്യമപ്രവർത്തകർ നിരീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അന്നു മുതൽ തുടങ്ങിയ മാറ്റം
പിന്നീട് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF തന്നെ മുന്നിൽ വന്നു. അതിനുശേഷം വന്ന കഴിഞ്ഞ 2.5 മാസക്കാലം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ആദ്യമായിട്ട് പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ പത്തനാപുരത്തെ 6 പഞ്ചായത്ത് ഭരണം കിട്ടി. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കുന്നിക്കോട് ടൗൺ അടങ്ങുന്ന തലവൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 4000 വോട്ടിന് ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ പിടിച്ചെടുത്തു. അത്തരത്തിൽ വലിയ പ്രകടമായ മാറ്റങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്താണ് ഈ മണ്ഡലത്തിലെന്നറിയാമോ? ഞങ്ങളുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പുറത്ത് CPM ഉണ്ട്, CPI ഉണ്ട്. CPM അനുസരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് 2011. അതിനു മുമ്പ് CPI തുടർച്ചയായിട്ട് MLA സ്ഥാനം വഹിച്ചിരുന്ന മണ്ഡലമാണ്. പിന്നെ പ്രകാശ് ബാബു സാറിന്റെ ഒക്കെ നാടാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ബി ഉണ്ട്, കേരള കോൺഗ്രസ് മാണിയുണ്ട്. അങ്ങനെ ഒരു വലിയ മുന്നണി സംവിധാനമുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ 8 പഞ്ചായത്തിൽ അങ്ങനെ ഒരു ഒരു വലിയ മുന്നണി സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതായിരുന്നു ഞങ്ങളെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലൊക്കെ ബാധിപ്പിച്ചത്. കാരണം 2-3 സീറ്റുകളുടെയൊക്കെ വ്യത്യാസത്തിലാണ് 4-5 പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടപ്പെട്ടത്. പക്ഷെ ഞങ്ങൾ ഇത്തവണ ഈ പഞ്ചായത്തുകളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ തന്നെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം സിസ്റ്റമാറ്റിക് ആക്കി ഞങ്ങൾ 6 പഞ്ചായത്തുകൾ പിടിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം കിട്ടി. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പത്തനാപുരത്തിന്റെ മാറ്റം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തുടർച്ചയായിട്ടുണ്ടായതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിലവിൽ പത്തനാപുരത്തിന് 10,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുന്ന സാഹചര്യം. ശരി, ഈ തദ്ദേശ ഇലക്ഷനിലെ ഒരു തിരിച്ചടി യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൃത്യമായ സൂചനയല്ലേ തദ്ദേശ ഫലം? ഒരു രീതിയിലുമില്ല. ഇവിടെ കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് ഗണേഷ് കുമാർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് ഇവിടുത്തെ ജനപ്രതിനിധിയായി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിലെ ഏകദേശം 10ഓളം വരുന്ന ആറുകൾക്ക് ഇല്ലേ തോടുകൾക്ക് കുറുകിലായിട്ടുള്ള പാലം നിർമ്മിച്ചിട്ടുണ്ട്, 57 സ്കൂളുകൾ നിർമ്മിച്ചിട്ടുണ്ട്, വിവിധ വികസന ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ് ചെയ്യാത്തത്? ഏതെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ UDFന്റെ വ്യക്തിക്ക് പോലും പറയാൻ കഴിയില്ല. പത്തനാപുരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ചോദിച്ച ഒരു ചോദ്യം, എവിടെ താലൂക്ക് ഹോസ്പിറ്റൽ? ഞങ്ങൾ പറയുന്നു ദാണ്ടെ താലൂക്ക് ഹോസ്പിറ്റൽ 100 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് താലൂക്ക് ഹോസ്പിറ്റലിന്റെ ചോദ്യമില്ല. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും മറ്റും പറയുന്നത്. പക്ഷെ ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചു നൽകുന്നു, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന് 10,000 വോട്ട് കുറഞ്ഞു എന്ന് UDFന്റെ സ്ഥാനാർത്ഥി പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗണേഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേവലം 8 ദിവസമായിരുന്നു പ്രചരണ രംഗത്തുള്ളത്. അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരു സ്വീകരണങ്ങൾ പോലും അദ്ദേഹത്തിന് നേരിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അദ്ദേഹം വണ്ടിയിൽ വന്നു, എല്ലാവരെയും കൈകാണിച്ചു പോയിട്ടും 14,000 ശിഷ്ട വോട്ടിന് അദ്ദേഹം വിജയിച്ചുവെങ്കിൽ ഇക്കുറി ഈ പത്തനാപുരത്ത് നിന്ന് ഈ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KP ഗണേഷ് കുമാർ വിജയിച്ചിരിക്കും. ഒരു തർക്കവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്കറിയാൻ കഴിയും. അരുണേ, ഈ മണ്ഡലത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഘടന പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിറ്റി വൈസിൽ നായർ കമ്മ്യൂണിറ്റിക്ക് വലിയ മജോറിറ്റി ഉള്ള ഇടമാണ്. NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗമൊക്കെയായിരുന്ന ഗണേഷ് കുമാറിന് സ്വാഭാവികമായ ഒരു സ്വാധീനം അവിടെ ഉണ്ടെന്ന് കരുതാം. പക്ഷേ ഇത്തവണ വരുന്ന ചില റിപ്പോർട്ടുകൾ NSS വോട്ടുകൾ ഗണേഷിന് എതിരാകുമോ എന്നതാണ്. വെല്ലുവിളി ഉണ്ടാക്കില്ലേ ഗണേഷ്? ഇത്തവണ NSS വോട്ട് ചെയ്യുമോ? അത് തെറ്റായ സമീപനമാണ്, തെറ്റായ ധാരണയാണ്. NSS അടക്കം എല്ലാ സാമുദായിക സംഘടനകളും KB ഗണേഷ് കുമാറിനൊപ്പമാണ്. NSS മാത്രമല്ല, പിന്നെ NSSൽ പ്രശ്നമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും NSSലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളുമുണ്ട്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ NSS അടക്കമുള്ള മുഴുവൻ സാമുദായിക സംഘടനകളും KB ഗണേഷ് കുമാറിനും LDFനും അനുകൂലമാണ്. വ്യക്തിപരമായ പ്രശ്നം നേരത്തെ കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധി തന്നെ വ്യക്തിപരമായ ആരോപണങ്ങൾ വരുന്നു എന്ന് പറയുന്നു. BJPക്ക് ഒരു നിലപാട് പറയാനുണ്ടാകും. സ്വാഭാവികമായിട്ടും KB ഗണേഷ് കുമാറിനെതിരായ നിരവധി ആരോപണങ്ങൾ, ഏറ്റവും ഒടുവിൽ വന്ന ആരോപണങ്ങളടക്കം എന്താണ് ശരിക്കും LDF സ്ഥാനാർത്ഥിക്ക്, നിലവിലെ MLAക്കെതിരെ BJPക്ക് പറയാനുള്ളത്? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ചർച്ചയായ ഒരു നിയോജക മണ്ഡലമാണ് പത്തനാപുരം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായിട്ട് പത്തനാപുരത്തിന്റെ MLA ആയിട്ട് ഇവിടെ വലിയ വികസന വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഗണേഷ് കുമാർ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാരണ ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തത് LDF തന്നെയാണ്. KB ഗണേഷ് കുമാർ 2001 ആദ്യമായിട്ട് ഇവിടെ MLA ആകുന്ന സമയത്ത്, അല്ലെ അതിന് തൊട്ടു മുമ്പ് നിരന്തരമായിട്ട് ഇവിടെ MLA ആയിരുന്നത് LDF ആണ്. CPMന്റെ ശ്രീമാൻ പ്രകാശ് ബാബു MLA ആയിരുന്ന സമയത്ത്, CPIയുടെ ശ്രീ പ്രകാശ് ബാബു ആയിരുന്നു ഇവിടുത്തെ MLA. ആ സമയത്ത് ഗണേഷ് കുമാർ UDFന്റെ ഭാഗമായിട്ട് ഇവിടെ ജയിച്ചു.
അപ്പോൾ അദ്ദേഹം ഒരു 2 പാലം പണിഞ്ഞപ്പോൾ ഇവിടെ വലിയ വികസനമായിട്ട് ഞങ്ങളെപ്പോലുള്ള ഈ നാട്ടുകാർക്ക് തോന്നാനുള്ള കാരണം അതിനു മുമ്പ് വികസനം എന്ന വാക്കുപോലും ഇവിടെ ഉണ്ടാകാത്തതുകൊണ്ടാണ്. അതിനും കാരണക്കാർ ഇവർ തന്നെയാണ്. ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും നിരന്തരമായിട്ട് ഇവിടെ ഗണേഷ് കുമാർ തമ്മിൽ ഭേദം തോന്നുന്നുണ്ട്. ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. അദ്ദേഹം വന്നപ്പോൾ ഇത് തൊട്ടു മുമ്പ് ഇരുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് 2 പാലം പണിഞ്ഞു. അപ്പൊ ഇവരൊക്കെ പറയുന്ന പോലെ 4 പാലം പണിഞ്ഞു. ഈ നാട്ടിൽ ഈ രാജ്യത്തെമ്പാടും ഈ വികസനങ്ങൾ നടക്കുന്നുണ്ട്. ഈ രാജ്യത്തെമ്പാടും നടക്കുന്ന വികസനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെയും വികസനം നടക്കുമ്പോൾ അത് ഞങ്ങളെന്തോ പുതുതായിട്ട് കൊണ്ടുവന്നതാണ് എന്ന് അവതരിപ്പിക്കുന്നതിൽ ചില PR വർക്കുകാരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതല്ലാതെ ഈ സാധാരണക്കാരന് ഉപയോഗപ്രദമായ രീതിയിൽ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരൊക്കെ പറയുന്നു ഇവിടെ ഇല്ലാത്തത് എന്താണെന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ 50 പേർക്ക് തികച്ച് തൊഴിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ കാലത്തിനിടയ്ക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഒരു തുടർച്ചയായിട്ട് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ വലിയ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന കശുവണ്ടി മേഖല തകർന്നടിഞ്ഞിട്ട് ഇദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ കോലാഹലം ഇത്രയും വന്നിട്ട് ആ പാവങ്ങളെ കുറിച്ച് ഇദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ അത് ഈ തദ്ദേശ ഫലം യഥാർത്ഥത്തിൽ UDF നേട്ടം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ തദ്ദേശ ഫലം ഒരു സൂചകമായി കാണാൻ കഴിയുമോ? KB ഗണേഷ് കുമാറിന് വ്യക്തിപരമായ നിരവധി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു ഇടമല്ലേ ഈ പത്തനാപുരം? അങ്ങനെ UDF പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല 5 അക്ക വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഒരു സംശയവും വേണ്ട. 10 വർഷം ഈ സംസ്ഥാനത്ത് പിണറായി വിജയന്റെ കിരാത ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് കിട്ടിയ സുവർണ അവസരമാണിത്. അവർ ഭംഗിയായിട്ട് വിനിയോഗിക്കും. ഇവിടെ 6 പഞ്ചായത്തുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത പത്തനാപുരം ബ്ലോക്കിൽ 10 സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുകയും UDF ഇവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. 2 പഞ്ചായത്തിൽ UDFന് അധികാരം നഷ്ടപ്പെട്ടത് 1-2 സീറ്റുകൾക്ക് വ്യത്യാസത്തിലാണ്. ഒരു സംശയവും വേണ്ട. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കടന്നുകൂടുമെന്നല്ല, 5 അക്ക ഭൂരിപക്ഷം ജയിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. 5 അക്ക ഭൂരിപക്ഷമെന്ന് ഷാജഹാൻ പിന്നെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് ഷാജഹാൻ പറഞ്ഞപ്പം തൊട്ടടുത്ത കോൺഗ്രസുകാർ ഞെട്ടിപ്പോയി. 5 അക്ക ഭൂരിപക്ഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഞെട്ടിപ്പോയി. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു കോൺഗ്രസുകാര് ആ സ്ഥാനാർത്ഥി ജയിക്കും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷത്തോട് ജയിക്കും എന്ന് പറയുമ്പോൾ ഒരു മുഖത്തൊരു എക്സ്പ്രഷൻ വരണ്ടേ, ഒന്ന് കയ്യൊന്നടിക്കണ്ടേ? അതുപോലും ഇല്ലാത്ത നിലയിൽ അപ്പൊ കോൺഗ്രസ് ഇവിടെ പരാജയം സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പരാജയം മുൻകൂട്ടി കോൺഗ്രസുകാർക്കറിയാം. തീർച്ചയായും കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കങ്ങളടക്കം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസുകാർ തന്നെ പരാജയപ്പെടുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞെട്ടിയോ ശരിക്കും ഈ 5 അക്ക ഭൂരിപക്ഷം കേട്ടപ്പോൾ? ഞെട്ടിയോ? 5 അക്ക ഭൂരിപക്ഷം അത് മറുപടി പറയാം. നമ്മുടെ പ്രിയപ്പെട്ട ഷാജു പറഞ്ഞത് ഞങ്ങൾ ഞെട്ടിപ്പോയെന്നാ. സത്യത്തിൽ 5 അക്ക ഭൂരിപക്ഷം പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് പോകും. അതിന് കാരണം പറയാം. കാരണം നമ്മള് കാരണം വസ്തുനിഷ്ഠമായി നമ്മൾ വിലയിരുത്തണം. ഇവിടെ LDFന്റെയും അതേപോലെ അതല്ല ശരിക്കല്ലേ ഒരു മിനിറ്റ് ഷാജുവും പറഞ്ഞത് വികസനമാണ് ഇവരുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ വികസനത്തെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളും വികസനത്തെ കുറിച്ച് തന്നെ പറയുന്നത്. ഈ KB ഗണേഷ് കുമാർ ആദ്യം ഞങ്ങളുടെ കൂടെ നിന്ന് മത്സരിച്ചാണ് 15 വർഷം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. 10 വർഷമേ ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 15 വർഷം ആരുടെ കൂടെ ആയിരുന്നു? UDFനോടൊപ്പമായിരുന്നു. AK ആന്റണിയുടെ മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലും KB ഗണേഷ് കുമാർ അംഗമായിരുന്നു. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കല്ലടയാറ്റിന് കുറുകെ വന്ന പാലങ്ങളല്ല ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും ഭരണകാലത്ത് കൊണ്ടുവന്ന പാലങ്ങളാണ്. അന്ന് KB ഗണേഷ് കുമാർ MLA ആയി എന്നുള്ള ഒരൊറ്റ സത്യമേ ഉള്ളൂ. ആ സത്യം നമ്മൾ മറച്ചു വയ്ക്കാൻ ഒക്കത്തില്ലല്ലോ. ഞങ്ങളുടെ കൂടെ ഒപ്പമായിരുന്നു. അന്ന് UDFന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഇവർ താലൂക്ക് ആശുപത്രിയുടെ കാര്യം പറയുന്നു. ഇവർ പറയാത്തൊരു കാര്യമുണ്ട്. KM മാണി ധനകാര്യമന്ത്രിയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായി ഇരുന്ന കാലത്താണ് പത്തനാപുരം കേന്ദ്രമാക്കി താലൂക്ക് അനുവദിച്ചത്. ആ താലൂക്ക് അനുവദിക്കുന്നത് വളരെ രസകരമായ കാര്യം കേരളം മൊത്തം അറിഞ്ഞതാണ്. ധനകാര്യമന്ത്രി KM മാണിയുടെ ലിസ്റ്റിൽ പത്തനാപുരം ഇല്ലായിരുന്നു. താലൂക്ക് പ്രഖ്യാപിക്കാൻ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പത്തനാപുരം എന്ന് പറഞ്ഞില്ല. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു ഷീറ്റ് ചെറിയ പേപ്പറിനകത്ത് പത്തനാപുരം എന്ന് എഴുതി കൊടുത്ത് വിടുകയും അത് നോക്കിയിട്ടാണ് KM മാണി പത്തനാപുരം എന്ന് വായിച്ചത്. പത്തനാപുരം കേന്ദ്രമായി ഒരു താലൂക്ക് രൂപീകൃതമായിട്ട് 14 വർഷമാകുന്നു. ഈ 14 വർഷം പത്തനാപുരം താലൂക്ക് വന്നതിനു ശേഷമുള്ള 14 വർഷം എടുത്തു താലൂക്ക് ആശുപത്രിയുടെ ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കാൻ. അതിനൊരു കാരണമുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം
പത്തനാപുരത്ത് EMS സഹകരണ ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയെ വലുതാക്കാനും വിപുലീകരിക്കാനും അതിനെ വലിയ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി പത്തനാപുരത്തെ ചെറിയ താലൂക്ക് ആശുപത്രിയെ അത് വലിയൊരു താലൂക്ക് ആശുപത്രിയാക്കി മാറ്റാൻ ഇവർ തയ്യാറായില്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഈ ഭരണം തീരാൻ പോകുന്ന സമയത്ത് ആ ആശുപത്രിക്ക് സ്ഥലം വാങ്ങിച്ചതാരാ? MLA ഒന്നുമല്ല, 6 പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടി ചേർന്നാണ് ആ ആശുപത്രി നിർമ്മിക്കാനുള്ള സ്ഥലം വാങ്ങിച്ചത്. എന്താണ് ഈ താലൂക്ക് പ്രഖ്യാപനത്തിൽ ഒരു ആരോപണത്തിന്റെ കാര്യം എന്താണ്? താലൂക്ക് ഇപ്പൊ യഥാർത്ഥത്തില് തൊട്ട് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു 5 ടേമായിട്ട് 25 വർഷക്കാലമായി ഒരു വികസന പ്രവർത്തനവും ഇല്ലെന്ന് തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു. ഇപ്പം കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഷാജഹാൻ പറയുന്നു ഇവിടെ വികസനം നടന്നിട്ടുണ്ടെന്നും പാലങ്ങളടക്കം വന്നിട്ടുണ്ടെന്നും അത് കൊണ്ടുവന്നത് UDFന്റെ കാലത്താണെന്നും. ഒരു കാര്യം മനസ്സിലാക്കണം, ഏത് മന്ത്രിസഭയുടെ കാലത്തെന്നുള്ളതല്ല, 25 വർഷക്കാലം ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് പാലങ്ങൾ 1ഉം 2ഉമല്ല. നേരത്തെ സൂചിപ്പിച്ചു NDAയുടെ പ്രതിനിധി സൂചിപ്പിച്ചതായി കണ്ടു. ഇവിടെ 1ഓ 2ഓ പാലങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, 1ഓ 2ഓ പാലങ്ങളാണോ? ഇവിടെ പാലങ്ങൾ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയെല്ലാം പാലങ്ങൾ എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നത് തെളിയിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് പറയുന്നത്. താലൂക്കിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? താലൂക്കിന്റെ കാര്യത്തിൽ എന്താ? ആരാണ് ഏത് കാലത്താണ് താലൂക്ക് വന്നത്? ബഹുമാനപ്പെട്ട താലൂക്ക് ഏത് കാലത്താണ് വന്നത്? ഇവിടെ താലൂക്ക് വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ്. അടുത്ത പ്രഖ്യാപനം എന്താ? അത് പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തുണ്ട് പേപ്പറിൽ പത്തനാപുരം എഴുതി കൊടുത്താൽ അതവിടെ നിയമമാകത്തില്ല. മന്ത്രിസഭ ക്യാബിനറ്റ് തീരുമാനിച്ച് അതിന്റെ താലൂക്കുകള് മന്ത്രിസഭ അംഗീകരിച്ച ഒരു കാര്യം മാത്രമേ മന്ത്രിമാർക്ക് നിയമസഭയിൽ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിയമം ഇരിക്കുമ്പം ഒരു തുണ്ട് പേപ്പറിൽ എഴുതി കൊടുത്തെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട KB ഗണേഷ് കുമാറിന്റെ കഴിവിലാണ് താലൂക്ക് രൂപീകൃതമായത്. ഈ വ്യക്തിപരമായി ഗണേഷ് കുമാറിന്റെ ഒരു സ്വാധീനമാണോ പൊളിറ്റിക്കൽ വോട്ടുകളാണോ ഇത്തവണ പത്തനാപുരത്തെ നിർണായകമാക്കുക? പൊളിറ്റിക്കൽ വോട്ടുകളുണ്ട്, വ്യക്തിപരമായിട്ടുള്ളതുണ്ട്. വികസനമാണ് ഏറ്റവും വലിയ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. വികസനത്തിന്റെ വോട്ടുകൾ മാത്രം മതി നമുക്ക്. ഈ നാട്ടിൽ ചെയ്തിരിക്കുന്ന പത്തനാപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലം, ഇപ്പോൾ ഈ കഴിഞ്ഞ തുടർ ഭരണമായിട്ട് 10 വർഷക്കാലം നമ്മൾ ഈ പത്തനാപുരം മണ്ഡലത്തിൽ LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ അംഗനവാടികൾ, അതുപോലെ തന്നെ ലൈബ്രറികൾ, ഇത് ചെയ്യാൻ ഇനി ഒന്നുമില്ല. ഇനി വരുന്നവർക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം ചെയ്തത് പൂർത്തീകരിക്കുക എന്നുള്ള കടമ മാത്രമേ ഉള്ളൂ. അത് ഗണേഷ് കുമാറിലൂടെ തന്നെ ഇത് നടക്കും. LDF സർക്കാരിലൂടെ തന്നെ ഇവിടെ നടക്കും. അത്രയേ ഉള്ളൂ. അതാണ് സാഹചര്യം. അവരുടെ അവകാശവാദം ശരിയാണോ സംഭവിച്ചത്? 2 ക്ലാരിഫിക്കേഷൻ വരുത്താം. ഒന്നാമത്തെ ക്ലാരിഫിക്കേഷൻ, ബഹുമാനായ DCC ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട്. താലൂക്ക് അനുവദിച്ചപ്പോൾ തുണ്ടുപേപ്പറിൽ എഴുതി കൊടുത്തു. നിങ്ങൾ ഇവിടുത്തെ പ്രമുഖമായ മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹം വളരെ സീനിയർ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിനറിയാം 2013 സംസ്ഥാന ബഡ്ജറ്റിലൂടെയാണ് താലൂക്ക് അനുവദിക്കപ്പെടുന്നത്. K. മാണി സാർ വായിക്കുന്ന ബഡ്ജറ്റിൽ പത്തനാപുരം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സീനിയർ മാധ്യമപ്രവർത്തകൻ, അല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ, പത്തനാപുരം ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ബഹുമാനായ MLA അവിടെ ചെന്ന് ഉമ്മൻചാണ്ടി സാറിനോട് പറയും, ഉമ്മൻചാണ്ടി സാർ തുണ്ടു പേപ്പറിൽ എഴുതി യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ അന്ന് കോൺഗ്രസ് മന്ത്രിസഭ പത്തനാപുരം താലൂക്ക് ആക്കണ്ടാൻ തീരുമാനിച്ചു. പക്ഷേ ഇവിടുത്തെ MLA ആയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായിട്ടുള്ള KB ഗണേഷ് കുമാർ സമ്മർദ്ദം ചെലുത്തി പത്തനാപുരത്ത് താലൂക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ആ സമ്മർദ്ദത്തിന്റെ പേരിലാണ് പത്തനാപുരത്ത് താലൂക്ക് ആസ്ഥാനം. മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട് ചെന്നിട്ട് ഒരു MLA എനിക്ക് താലൂക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ, അപ്പോൾ തന്നെ ആ MLAയുടെ പേരിൽ തുണ്ടുപേപ്പറിൽ എഴുതി അങ്ങ് കൊടുക്കുക. ഒരു സമ്മർദ്ദവും ഞാൻ ഈ നിലവാരമില്ലായ്മയോട് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ എതിരെ സംസാരിക്കട്ടെ. അത് കൊണ്ടുവന്നത് MLA ആണ്. ഒരു കാര്യം സത്യമാണ്, നമുക്കൊന്നും സത്യം മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞുതരാം. 3 ടേം UDFനൊപ്പമായിരുന്നു KB ഗണേഷ് കുമാർ MLA എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ആ സംശയമില്ലല്ലോ. അല്ലല്ല, സംശയമുണ്ടോ? സംശയമില്ല. സംശയമില്ല. അന്ന് UDFന്റെ ഗവൺമെന്റ് ആണ് ഈ പ്രദേശങ്ങളിൽ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇടതുമുന്നണിയുടെ കാലത്ത് KB ഗണേഷ് കുമാർ വികസനം കൊണ്ടുവന്നെന്ന് വെക്കാം.
ഇവിടുത്തെ CPM-ഉം CPI-യും അത് ഇടതുമുന്നണിയുടെ വികസനമായിട്ടേ കാണത്തുള്ളൂ. അല്ലാതെ അവര് വ്യക്തിപരമായി KB ഗണേഷ് കുമാറിന്റെ വികസനമാണ് എന്ന് അവർ പറയില്ല. ഞാൻ പറയട്ടെ, അവർ പറയില്ല. വികസനം വന്നു ഏത് കാലത്താണ് തർക്കം? അങ്ങനെയല്ല, വികസനം ഉണ്ടായി. ആരുടെ കാലത്ത് വികസനം ഒരുപക്ഷെ കഴിഞ്ഞ ഞാൻ പറഞ്ഞത് UDF പറഞ്ഞോട്ടെ 2016 വികസനം UDF-ന്റെ 3 വർഷത്തെ മൂന്ന് തവണക്കാലം UDF-നോടൊപ്പം നിന്ന് ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് കഴിഞ്ഞ LDF-നോടൊപ്പം നിന്ന 10 വർഷക്കാലമാണ്. 2013 താലൂക്ക് കൊണ്ടുവന്നത് അന്ന് കോൺഗ്രസ് വേണ്ട എന്ന് പറഞ്ഞ താലൂക്ക് അന്ന് പറഞ്ഞല്ലോ. അതാ MLA-യുടെ കഴിവല്ലേ ഈ 10 വർഷക്കാലം ചെയ്തത്. ഈ 10 വർഷക്കാലം ആരോഗ്യ മേഖലയിൽ, അതായത് നമ്മുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, സ്കൂളുകൾക്കാണെങ്കിലും ശരി, ഏതാണ്ട് എത്രയോ കോടി രൂപ എല്ലാ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളടക്കം വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ UDF ഇപ്പോൾ ഇവിടെ NDA നിൽപ്പുണ്ട്. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഒരു വികസന പ്രവർത്തനം ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഏത് വികസനത്തെ കുറിച്ച് തന്നെ ഒന്ന് സംസാരിച്ചോട്ടെ. വികസനത്തെ കുറിച്ച് തന്നെ ഒന്ന് സംസാരിക്കട്ടെ. പത്തനാപുരം താലൂക്ക് അനുവദിച്ചത് 2013-ലാണ്. പത്തനാപുരം താലൂക്ക് അനുവദിച്ചിട്ട് ഇന്നും താലൂക്ക് ആശുപത്രി ഇവിടെ ഇല്ല. അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു മിനിറ്റ് സമാധാനം. 13 വർഷം. പക്ഷേ 2016 ശേഷം സഹകരണ മേഖലയിലെ ഒരു ആശുപത്രി നിങ്ങൾക്ക് ചെന്നാൽ കാണാം, വളരെ ഗംഭീരമായിട്ട് അവിടെ ഉയർന്നു നിൽപ്പുണ്ട്. അത് പണിയാൻ കഴിയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് താലൂക്ക് ആശുപത്രി പണിയാൻ കഴിഞ്ഞില്ല? പോട്ടെ, അത് കഴിഞ്ഞ് പത്തനാപുരത്ത് ഒരു DYSP ഓഫീസുണ്ടോ? പത്തനാപുരത്ത് ഒരു വിദ്യാഭ്യാസ ഉപജില്ലയുണ്ടോ? ഒരു DYSP ഓഫീസുണ്ടോ? പത്തനാപുരത്ത് ഒരു കോടതിയല്ലാതെ, താലൂക്ക് അനുവദിച്ചപ്പോൾ അനുവദിക്കപ്പെട്ട ഒരു കോടതിയല്ലാതെ, മജിസ്ട്രേറ്റ് കോടതിയല്ലാതെ ഏതെങ്കിലും ഒരു കോടതിയുണ്ടോ? പത്തനാപുരത്ത് ജർമ്മൻ ടെക്നോളജി റോഡ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും പോയി പരിശോധിക്കണം. കുന്നലയിലേക്ക് ഇന്നും ഇവിടെ ഹോസ്പിറ്റലില്ല. പിന്നെ ജർമ്മൻ ടെക്നോളജി റോഡെന്ന് പറഞ്ഞ് കുന്നലയിലേക്ക്, കറവൂരേക്ക്, അവിടെ പോലെ പട്ടാഴി വടക്കേക്കര പോലെ സംസ്ഥാനത്തെ ഒരു ദരിദ്ര പഞ്ചായത്താണ്. കാരണം 6 ദരിദ്ര പഞ്ചായത്തുകളിൽ ഒന്നാണ് പട്ടാഴി വടക്കേക്കര. സമ്പദ്ഘടന വളരെ താഴെയുള്ള പഞ്ചായത്ത്. അവിടുത്തെ പ്രധാനപ്പെട്ട റോഡ് മെതുകുമേൽ മുതൽ ഏനാത്ത് മെതുകുമേൽ മുതൽ മഞ്ചള്ളൂർ വരെയുള്ള റോഡ് ജർമ്മൻ ടെക്നോളജി. നിങ്ങൾ യാത്ര ചെയ്യണം, മാധ്യമ പ്രവർത്തകർ യാത്ര ചെയ്യണം. ശബരി കുപ്പിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ 1.5 കോടി രൂപ അനുവദിച്ചിട്ടിട്ട് അവിടെ കാട് മൂടി കിടക്കുകയാണ്. ഇവിടെ ഒരു കിൻഫ്രയുണ്ട്. ആ കിൻഫ്രയ്ക്കകത്ത് ഒരു വ്യവസായം തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സംരംഭം ഉണ്ടോ? 25 വർഷം കൊണ്ട് MLA ആയിട്ടിരിക്കുന്ന ആൾക്ക് ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു ഗവൺമെന്റ് സ്ഥാപനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? +2-ന് മേളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഗവൺമെന്റിന്റെ ഡയറക്ട് കൺട്രോളിൽ പത്തനാപുരത്തുണ്ടോ? BJP-യുടെ കൂടെ വാദിക്കുകയും, കാരണം BJP-ക്ക് സ്വാഭാവികമായും നിശ്ചിത ശതമാനം വോട്ടുള്ള മണ്ഡലമാണ് ഇവിടെ. അതെ, ഈ താലൂക്ക് ആര് കൊണ്ടുവന്നു എന്ന തർക്ക വിഷയം പ്രധാനമായി ഇവർക്കിടയിൽ നിൽക്കുകയാണ്. അതിനുമപ്പുറം ഈ മണ്ഡലത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളില്ലേ? ഇപ്പം വനാതിർത്തികളൊക്കെയുള്ള പ്രദേശമല്ലേ ഇത്? അവിടെ ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഉയർത്തിക്കാട്ടാനുള്ളത്? ബഹുമാനപ്പെട്ട MLA KB ഗണേഷ് കുമാർ കഴിഞ്ഞ 25 വർഷം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൈക്കിലൂടെ പറയാൻ പറ്റുന്നതല്ലാത്തതുകൊണ്ട് പത്തനാപുരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസുകാരും ഒന്നിച്ചു പറയുന്നത് കേട്ടു MLA ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. ഈ കഴിഞ്ഞ 25 വർഷം കൊണ്ട് അവര് അവകാശപ്പെടുന്നത് പത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കിയെന്നാണ്. എനിക്ക് അവരോട് ചോദിക്കുവാനുള്ളത്, ഈ കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കി എന്ന് അവർ പറയുമ്പോൾ പിറവന്തൂർ പഞ്ചായത്തിന്റെ ഫോറസ്റ്റ് ഏരിയകളിൽ മാത്രമുണ്ടായിരുന്ന വന്യജീവികൾ ഇന്ന് പത്തനാപുരത്തെ 8 പഞ്ചായത്തുകളിലും സുലഭമായിട്ട് ഓടുകയാണ്. കാർഷിക മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ റോഡ് വികസനത്തെക്കുറിച്ച് പരാമർശിച്ചു. 1 കിലോമീറ്ററിന് 1,50,60 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ എടുത്ത് പണിയുന്ന ഏതെങ്കിലും ഒരു റോഡ് എസ്റ്റിമേറ്റും പ്രകാരം പണിതിട്ടുണ്ടോ എന്ന് ഞാൻ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളെ വെല്ലുവിളിക്കുകയാണ്. ഇവരതിനെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? ഞാൻ എസ്റ്റിമേറ്റും പ്രകാരം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, വീതി കൂട്ടി 1 കിലോമീറ്ററിന് 1,50,00,000 രൂപ എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിയിട്ട് വീതി കൂട്ടിയ ഒറ്റ റോഡ് പത്തനാപുരത്ത് ഇവർ ചൂണ്ടിക്കാണിക്കട്ടെ, അപ്പോഴതിനെപ്പറ്റി പറയാം. അതുപോലെ തന്നെ ഇവര് താലൂക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നു. താലൂക്ക് ആസ്ഥാനം വന്നിട്ട് താലൂക്ക്
പ്രഖ്യാപിച്ചത് പുനലൂരാണ്. അതിന്റെ ആസ്ഥാനം പത്തനാപുരത്തേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പണിയുന്ന ഹോസ്പിറ്റല് 2018 പോലെ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ അറബിക്കടലിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് കല്ലടയാറിന്റെ തീരത്താണ് ഉണ്ടായിരിക്കുന്നത്. അതും കൃത്യമായിട്ടുള്ള അഴിമതിയാണ്. ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അത് ഈ താലൂക്ക് ആശുപത്രി അങ്ങനെ പ്രശ്നമുണ്ടോ? കല്ലടയാറിന്റെ തീരത്താണോ? താലൂക്ക് ഹോസ്പിറ്റൽ അതൊക്കെ ചുമ്മാതെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ പറയുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട അതൊന്നുമല്ല കാര്യം പറയുന്നത്. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കുറ്റം പറയണ്ടേ? അതിനുവേണ്ടി പറയുന്നെന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാനും ഗ്രാമപഞ്ചായത്ത് അംഗമാണ്, ഷാജാനും ഗ്രാമപഞ്ചായത്ത് അംഗം. അദ്ദേഹം ചോദിച്ചു 10 വർഷക്കാലം കൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ എന്ത് വികസന പ്രവർത്തനം നടത്തിയെന്ന്. അദ്ദേഹത്തിന്റെ വാർഡിൽ മനോഹരമായ ഒരു അംഗൻവാടി ഗണേഷ് കുമാർ ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് അവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പറയട്ടെ, ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയതിന്റെ ഭാഗമായിട്ട് ആ റൂഫ് ഒന്നാമത് താഴേക്ക് വീഴാണ്. എന്നിട്ട് അതിന് ആ ഒരു ആശുപത്രി ഉദ്ഘാടനം കുറെ ലക്ഷങ്ങൾ വേറെ റോഡ് കെട്ടിയടച്ച് നടത്തിയ ഉദ്ഘാടന മാമാക്കത്തിന് ശേഷം തകർന്നു വീണു. ഇതുപോലെ ഓരോന്നോരോന്നായി തകർന്നു വീണുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്. വ്യക്തിപരമായിട്ട് ഇവർ പറയാണ് ഗണേഷ് കുമാർ വലിയ സംഭവങ്ങളാണ്. ഗണേഷ് കുമാറിനെ ഇടതുപക്ഷവും വലതുപക്ഷവും വീതം വെച്ചെടുത്തോട്ടെ. CPI-യുടെ നേതാവ് ബഹുമാനായ വേണുഗോപാൽ സഖാവ്, അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് ഉണ്ട്, വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ ഞാൻ എടുത്തു തരാം. അദ്ദേഹം തന്നെ ഒരു പൊതുസമ്മേളനത്തിൽ ഇദ്ദേഹം മുന്നണിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഏതാണ്ട് 5 വർഷക്കാലം മുമ്പ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പുന്നലയിലെ സ്കൂൾ കെട്ടിടത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചെന്നിട്ട് കമ്പ് വെച്ച് ഇടിച്ച് നിൽക്കുമ്പോൾ ആ കെട്ടിടം ഇളകി വീഴുകയാണ്. അത് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ തിരുത്തണം. അദ്ദേഹം തന്നെ CPI-യുടെ നേതാവ്, ഞാൻ വെല്ലുവിളിച്ച് പറയാണ്, ഈ വേണുഗോപാൽ സഖാവ് പറഞ്ഞിട്ടുണ്ട്, അതാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്താ ഇവര് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, ആയുർവേദ ആശുപത്രിക്ക് ഫണ്ട് അനുവദിച്ചു, സീലിംഗ് മുഴുവൻ ഒരു രാത്രി താഴേക്ക് പൊട്ടി വീണു. ആ പൊട്ടി വീണതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. സമരം ചെയ്ത കോൺഗ്രസുകാരും BJP-കാരും ഒക്കെ ഇപ്പോഴും കേസിൽ പ്രതിയാ. പക്ഷേ അതിനെതിരെ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഇവിടെ നടക്കുന്ന വ്യാപകമായ അഴിമതികളാണ്. ഇവിടെ ഒരു പാലവുമായി ബന്ധപ്പെട്ടടക്കം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഈ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഗതാഗത വകുപ്പിലെ ഒരു അഴിമതി വെല്ലുവിളിക്കുന്നു. ഒരു അഴിമതി പറയാൻ പറ്റും. എത്ര വർഷം ഓടി മിനി ബസ് അനുവദിച്ചു? ബസ്സിൽ സൗജന്യ യാത്രയാണ് ഓഫർ. ബസ്സിൽ സൗജന്യ യാത്ര, ആ സൗജന്യ യാത്ര പറഞ്ഞോട്ടെ. ഗതാഗത വകുപ്പ്, അതായത് ഗതാഗത വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറഞ്ഞ എന്തുവാ, KSRTC ബസ്സിൽ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുമെന്ന് അഭിമാനത്തോടുകൂടി അദ്ദേഹം ഓർഡർ ഇറക്കി. ഒരാഴ്ചക്കുള്ളിൽ ആ ഓർഡർ വന്നു. ഇന്ന് ഈ പോകുന്ന KSRTC ബസ്സിൽ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും സൗജന്യമായി യാത്ര ചെയ്യാനുള്ള സംവിധാനം LDF ഒരുക്കി കൊടുത്തു. ഒരു കാര്യം വ്യക്തമാണ്, പത്തനാപുരം അരുൺ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമല്ല പോരാട്ട ചിത്രത്തിലേക്ക് പത്തനാപുരം മാറി എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും അതിശക്തമായ പോരാട്ടമുണ്ട്. അത് വളരെ തീവ്രമായ വാശിയും വീറുമുണ്ട്. പരസ്പര തർക്കങ്ങളുണ്ട്. ഏതായാലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ചർച്ചയാകാം. അതൊപ്പം ഈ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. ഒരു കാര്യം ഉറപ്പാണ്, പത്തനാപുരം നിവാസികൾക്ക്, ഈ വോട്ടർമാർക്ക്, പ്രവർത്തകർക്ക് ഇനിയും പറയാനുണ്ട്. തങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാനുണ്ട്. വിവാദ വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. പക്ഷേ നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഏതായാലും പത്തനാപുരം പറയാൻ പോകുന്ന രാഷ്ട്രീയം അതിനിർണായകമാണ്. ഇഞ്ചോടിഞ്ച് പോരാണ് ഇവിടെ ഈ അവസാന ഘട്ടത്തിൽ പത്തനാപുരത്ത് നിന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റൊരു മണ്ഡലത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.